അപ്പൊ നമുക്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളിലേക്ക് തന്നെ ആദ്യം പോവാം. പ്രസാദ്, എങ്ങനെയൊക്കെയാണ് മണിക്കൂറുകളെ ശേഷിക്കുന്നുള്ളൂ, അപ്പോൾ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്, എല്ലാ ഒരുക്കങ്ങളും ഈ അവസാന നിമിഷങ്ങളിലും പൂർണ്ണമായിട്ടുണ്ടല്ലോ അല്ലേ? അതുതന്നെയാണ്. ഇതാ എനിക്ക് പിറകിൽ കാണുന്നതാണ് റോഷ്നി, വിഴിഞ്ഞം തുറമുഖം. ഇതുപോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടുന്ന് അങ്ങോളമുണ്ട്. പടുകൂറ്റനാണ് ഇതൊക്കെ. ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ര വലിപ്പമില്ല എന്ന് തോന്നുമെങ്കിൽ പോലും വലിയ സംവിധാനങ്ങളാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. കണ്ടെയ്നറുകൾ നമുക്ക് കാണാം. ഏതാണ്ട് ഇതിനകത്ത് ഏതാണ്ട് പൂർണ്ണമായി പണിയെല്ലാം തീർന്നു എന്നുള്ളതാണ് സീപോർട്ട് ലിമിറ്റഡ് അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഇത് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. രാജ്യത്തിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി 10 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ട് തൊട്ടടുത്തുള്ള പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഹെലിപാഡിൽ നിന്ന് 10:15 വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് ബർത്ത് സന്ദർശിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സ്ഥലം എല്ലാം സന്ദർശിച്ചതിന് ശേഷം 11 മണിയോടുകൂടി ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം 12 മണിയോടുകൂടി പ്രധാനമന്ത്രി ഇവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്യും. ഈ പന്തലിനകത്താണ് ഉദ്ഘാടനം നടക്കുന്നത്. നിരവധി ആളുകൾ 7 മണി മുതൽ തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങും. 7 മണി മുതലാണ് അകത്തേക്ക് കയറാനുള്ള അനുവാദം പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ് എല്ലാ ഭാഗത്തും. ഇതിപ്പോൾ പ്രധാന വേദിയുടെ മുൻഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാം. ഇവിടെ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇതുപോലെ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വലിയ തോതിലുള്ള പോലീസ് സുരക്ഷാ സംവിധാനമാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭീകരാക്രമണത്തിന്റെ സാഹചര്യത്തിൽ കൂടി കനത്ത സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് ഉള്ളത്. മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു പശ്ചാത്തലം, ഇന്നലെ അടക്കം 5 ബോംബ് ഭീഷണികളാണ് ഉണ്ടായത്. ബോംബ് ഭീഷണികൾ ഒന്നും കാര്യമുള്ളതല്ല എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതുമാണ്. പക്ഷേ എങ്കിൽ തന്നെയും പ്രോട്ടോകോൾ അനുസരിച്ച് കനത്ത സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് ഏർപ്പാടാക്കിയിരിക്കുന്നത്. എന്തായാലും 10:15 ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ഈ ബർത്തും എല്ലാം സന്ദർശിച്ചതിന് ശേഷം ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതായത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന കമ്മീഷനിങ് നടക്കും എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം. റോഷ്നി വെങ്കി, എന്തായാലും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തിന്റെ വിവരങ്ങളാണ് TV പ്രസാദ് നൽകിയത്. ഇനി രാഷ്ട്രീയ കാര്യങ്ങൾ, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങൾ മറ്റെന്തൊക്കെയാണെന്ന് റോഷിപാൽ വിവരിക്കുന്നുണ്ട്. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കുറച്ച് മുൻപ് കൂടി കോവളം MLA വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അപ്പോൾ ഉദ്ഘാടന ദിവസവും ക്രെഡിറ്റ് ആർക്ക് എന്ന ചർച്ച സജീവമായി നിലനിൽക്കുകയാണല്ലേ റോഷിപാൽ? വെങ്കി, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും കൊഴുക്കുന്നുണ്ട്. കാരണം അവകാശവാദങ്ങളാണ് ഇപ്പോഴും ഉയരുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി LDFും UDFും ഒരുപോലെ അവകാശവാദങ്ങൾ ഉയർത്തുമ്പോൾ ഒടുവിൽ NDA നേതാക്കളും BJP നേതാക്കളും അവകാശവാദവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ആരാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയത്, അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണിപ്പോൾ. ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക്, പ്രധാനപ്പെട്ട നീക്കങ്ങൾക്ക് തുടക്കമിട്ടത് അത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ്. അതിനു മുമ്പ് EK നായനാർ ഗവൺമെന്റും പിന്നീടുള്ള K കരുണാകരൻ ഗവൺമെന്റ്, MV രാഘവൻ തുറമുഖ മന്ത്രിയായപ്പോൾ ആ ചർച്ചയ്ക്ക് വേഗത കൈവരിച്ചു എന്നതാണ്. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അതിന്റെ കരാർ ഒപ്പുവെക്കുന്നതും തറക്കല്ലിടലടക്കമുള്ള നേരത്തെ ചാണ്ടി ഉമ്മൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഴിഞ്ഞ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ, പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഏതായാലും അതിനുശേഷം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കൃത്യമായി അതിന്റെ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഒടുവിൽ അത് യാഥാർത്ഥ്യമാകുന്നു. വലിയ കപ്പലുകൾ വിഴിഞ്ഞം തീരത്ത് അണയുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അതായത് കേരളത്തിന്റെ സ്വപ്നം പൂവണിയുന്നു. പക്ഷേ ഇവിടെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ, ഈ തുറമുഖത്തിന്റെ ശില്പി എന്ന UDF നേതൃത്വം അവകാശപ്പെടുന്നത് ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെ ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്നതാണ് പരാതി. ഒരു ഘട്ടത്തിൽ UDF നേതൃത്വം പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞം തുറമുഖത്തിന് ഇടണമെന്ന്. അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന ആരോപണം ഉയർന്നു. പക്ഷേ അത് കേന്ദ്ര സർക്കാരാണ് ക്ഷണിക്കുന്നതടക്കമുള്ള വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവായതായാലും ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. UDFന്റെ ജനപ്രതിനിധികളായ കോവളം ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഉൾക്കൊള്ളുന്ന മണ്ഡലമായ കോവളത്തിന്റെ പ്രതിനിധിയായ വിൻസെന്റും ഒപ്പം ശശി തരൂർ MP അടക്കം ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ന് പ്രധാനമായും കോൺഗ്രസും UDFും ഉദ്ദേശിക്കുന്നത്
ഉമ്മൻചാണ്ടിക്ക് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിലെ പങ്ക് അത് സജീവ ചർച്ചയാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്ത് എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൽ പങ്കാളിയായ അതിൻ്റെ യാഥാർത്ഥ്യമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് അദ്ദേഹത്തോടുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വിവിധ ഇടങ്ങളിലായി നൽകും. തിരുവനന്തപുരത്ത് കൊടിക്കുന്നിൽ സുരേഷാണ് ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ സജീവമായി ഇന്ന് ഉദ്ഘാടന ചടങ്ങിന്റെ ദിവസം തന്നെ ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തം അത് ചർച്ചയാക്കി നിർത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഈ പരിപാടികൾക്ക് പിന്നിലുണ്ട്. ഏതായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് യാഥാർത്ഥ്യമാക്കിയത് വലിയ നേട്ടമായി. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരുപക്ഷെ രാജ്യത്തിന്റെ തന്നെ വികസന സ്വപ്നം പൂവണിയുന്ന ഒരു ദിനമാണെന്ന് കേരളത്തിന് വലിയ പ്രതീക്ഷയാണ്. കേരളത്തിലെ യുവാക്കൾക്കടക്കം വലിയ പ്രതീക്ഷയുള്ളതാണ്. വ്യവസായ മേഖലയിൽ അടക്കം വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ. അങ്ങനെയുള്ള കണക്കുകൂട്ടലുകൾക്കിടയിൽ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കെന്ന രീതിയിലുള്ള ചർച്ചകൾ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ UDF-ന്റെ ജനപ്രതിനിധികളായ ശശി തരൂരായാലും വിൻസെന്റ് ആയാലും സ്വാഭാവികമായും ഉമ്മൻചാണ്ടിക്ക് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പങ്ക് അത് അവിടെ ചർച്ചയാക്കാനുള്ള ശ്രമം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, അവിടെ പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തതിലുള്ള സ്വാഭാവികമായ ഒരു പ്രതികരണം ഇവരിൽ നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കടുത്ത അവഗണന ഉമ്മൻചാണ്ടിയോട് LDF സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ആക്ഷേപം തന്നെയാണ് UDF ഇന്നത്തെ ദിവസം ശക്തമായി ഉയർത്തുക.